ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫിസിക്സിൻ്റെ ഒരു കാര്യം നിങ്ങളോട് എത്തിക്കാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ +1 ഫിസിക്സ് പോലെയല്ല +2 എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ +1 പഠിക്കുന്നത് ഫുൾ പഠിക്കുന്നത് മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്, അതേപോലെ തന്നെ ഹീറ്റും തെർമോഡൈനാമിക്സും. എന്നാൽ നമ്മൾ +2 വരാൻ നേരത്ത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളവിടെ ഡീൽ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇലക്ട്രിസിറ്റിയും ഒപ്റ്റിക്സും മോഡേൺ ഫിസിക്സുമാണ് നിങ്ങളവിടെ കാത്തു നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ഇലക്ട്രോൺ ഒരു വയറിനകത്തൂടെ പോകുന്ന ആരെങ്കിലും ഇതുവരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ആ ലൈൻ കമ്പി നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷോക്ക് അടിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന അതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ +1 വരികയാണെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ, ഒരു കല്ല് വലിച്ചെറിയുമ്പോൾ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒരു എഞ്ചിൻ്റെ വർക്കിംഗ് നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അതേപോലെ ഇലക്ട്രിസിറ്റിയിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സംഗതിയല്ല ഉള്ളത്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത പല കാര്യങ്ങളുമാണ് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ഇമാജിനേഷൻ പവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം മുതൽ തന്നെ ബേസ് എല്ലാം സെറ്റാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് +2 നല്ലൊരു മാർക്ക് ഫിസിക്സിൽ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് +2 ഫിസിക്സ് അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ? ആദ്യം മുതൽ പഠിക്കേണ്ടത് നമുക്ക്. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ അഗ്നി ബാച്ച് ഉള്ളത്. നമ്മുടെ അഗ്നി ബാച്ചിന് ഇപ്പോൾ 2 പ്ലാനുകളാണുള്ളത്, ബേസ് പ്ലാനും അതേപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാനും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾ അതെന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, സൈലത്തിൻ്റെ കൂടെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് ഈ വർഷം ഫിസിക്സിനും എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടുകൂടി പാസ്സാകാം. അപ്പോൾ തുടക്കം മുതലേ ഇങ്ങനെ പോന്നേക്കുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങിയെടുക്കാം മക്കളെ.